റൈറ്റ് ആൻഡ് റോങ് മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റൈറ്റ് ആൻഡ് റോങ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ജിമ്മിൽ കൊച്ചു കുട്ടികൾ ജിമ്മിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഈ കാരണവർ എല്ലാവരും പറയുന്നുണ്ട് കൊച്ചു കുട്ടികൾ ജിമ്മിൽ വന്നാൽ അവർക്ക് പൊക്കം വയ്ക്കത്തില്ല, അവർക്ക് പല ഇന്റേണൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവും, അവർക്ക് മസിൽ ഡാമേജുകൾ ഉണ്ടാവും. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? അപ്പൊ ഞാൻ എന്റെ സയൻസ് ബേസ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഒന്ന് പറയാം, ഈ കാരണവന്മാരെല്ലാം അവർ സയൻസ് നോക്കാതെയും അവര് ചുമ്മാ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ എന്ത് കിട്ടിയാലും അവരിങ്ങനെ പുലമ്പുകയാണ്. ഒരു പ്രോട്ടീൻ കഴിച്ചാലും അത് എനിക്ക് ദോഷമാണ്, അതൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പുലമ്പിക്കരുത്. അതുപോലെ ഒരു മിത്താണ് ഏത്, ഈ കുഞ്ഞു കുട്ടികൾ ജിമ്മിൽ വന്നാൽ അവർക്ക് പൊക്കം വെക്കില്ല എന്നുള്ളത്. എന്റെ മോളാണ്. എന്റെ മോളുടെ പേര് സേറു എന്നാണ്. അവൾ ഇപ്പോഴേ ജിമ്മിൽ വന്നു തുടങ്ങി. കാരണം അവൾക്ക് ഇതൊക്കെ കണ്ട് കേട്ട് എന്താണ് ജിം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജിമ്മിൽ കൊണ്ടുവരുന്നത്. പോരാന്നിട്ട് എന്റെ വൈഫ് ഇവിടെ ജിമ്മിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ടൈമിൽ നമ്മളെ മോളെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ വരാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അവൾ നേരെ ജിമ്മിൽ കൊണ്ടുവരും. അപ്പൊ ആ ഒരു സാഹചര്യം കൊണ്ടല്ല ഇതെല്ലാം അവൾ കണ്ടു കേട്ട് പഠിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുട്ടികൾ അവര് പല കാരണങ്ങൾ നമുക്കറിയാം, എല്ലാ കുട്ടികളും മൊബൈൽ അഡിക്ഷൻ ഉള്ളവരാണ്. അപ്പൊ മറ്റു പല കാര്യങ്ങളും അവർ അഡിക്ഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരിതുപോലുള്ള മേഖലയിൽ ഫിറ്റ്നസ്, സ്പോർട്സ് പരമായിട്ടുള്ള മേഖല, ഫിറ്റ്നസ് പരമായിട്ടുള്ള മേഖല, അങ്ങനെ അവരെ പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ ഇത് റൈറ്റ് ആൻഡ് റോങ് ഞാൻ പറയുന്നത് വെച്ചാൽ, കുഞ്ഞുകുട്ടികളെ നിങ്ങൾ ജിമ്മിൽ വിടാം, ഒരു കുഴപ്പമില്ല. ഇതുവരെ സയൻസ് തെളിയിച്ചിട്ടില്ല കുഞ്ഞുകുട്ടികൾ ജിമ്മിൽ പോയാൽ അവർക്ക് പൊക്കം വയ്ക്കത്തില്ല. അങ്ങനെ ഒരു മിത്ത്, അങ്ങനെ ഒരു ഫാക്ടറേ ഇല്ല, നമ്മൾ പറഞ്ഞുണ്ടാകുന്നതാണ്. അപ്പൊ സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കണ്ടുപിടിക്കാത്ത കാലത്തോളം നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് ജിമ്മിൽ വിടാം. ഓക്കെ, അപ്പൊ അവരെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുക, ജിമ്മിലേക്ക് അവരെ പറഞ്ഞിടുക, അവരെ നല്ല സേഫ്റ്റിയിൽ തന്നെ വളർത്തുക. ഓക്കെ.